പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പഴയ നിയമ പുസ്തകത്തിൽ ഹബക്കൂക്ക് എന്ന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യും എന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്തിൽ ജീവിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായിരിക്കുന്ന സർവശക്തനായ നല്ല ദൈവമേ, ഈ വിശേഷതയേറിയ നല്ല ദിവസത്തിൻ്റെ മനോഹരമായ ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ, തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും നന്മയും പകർന്നു തന്നല്ലോ. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളെ ബലഹീനതകളെ മാറ്റി കർത്താവായ യേശുക്രിസ്തുവിൽ ഭരമേൽപ്പിക്കപ്പെട്ട മക്കളായി അനുദിനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തത്തിൽ പങ്കാളികളാകുവാൻ ദൈവം ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. അങ്ങെല്ലാം ഒരുക്കി വച്ചിട്ട് ഈ അതിരാവിലെ സമയം ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചതുകൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. എത്രയോ പേർക്ക് ഇങ്ങനൊരു സന്തോഷം ലഭിക്കാതെ, ശ്രേഷ്ഠമായ സന്തോഷം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കാതെ മനുഷ്യജീവിതം ഭാരപ്പെടുമ്പോൾ ഞങ്ങളെ തിരുവചനത്തിലൂടെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. അതിനായി ദൈവകൃപ കൂടെ ഇരിക്കണം. രക്ഷകനാകുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായിരിക്കുന്ന രാവിലെ സമയം ഇവിടെ ഹബക്കൂക്ക് എന്ന പ്രവാചകൻ്റെ വളരെ തനിക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനിരിക്കുന്ന ഒരു അനുഭവം കൂടെ ഇദ്ദേഹം ഓർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, അതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ ഹബക്കൂക്ക് എന്ന പേരിൻ്റെ അർത്ഥം കൂട്ടിച്ചേർത്തിരിക്കുന്നവൻ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക എന്നുള്ളത്. വളരെയധികം ശ്രേഷ്ഠതയോടെ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹബക്കൂക്ക്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന, അല്ലെങ്കിൽ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ അവസ്ഥ വളരെ പരിപാകനമായ, വേദനിക്കുന്ന ഒരനുഭവമായിരിക്കുന്നു എന്നാണ് ഈ 1-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അതിക്രമങ്ങളാൽ, അല്ലെങ്കിൽ ക്രൂരമായ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം പ്രവാചകൻ അസ്വസ്ഥനായിട്ട് അനീതിയുള്ള ജനത്തിൻ്റെ മേലുള്ള ശിക്ഷ, പ്രവാചകൻ്റെ നശിക്കാത്ത വിശ്വാസം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹിമ എന്നിവ ഈ പുസ്തകത്തിൽ ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഈ ഹബക്കൂക്ക് എന്ന പുസ്തകം ആരംഭിക്കുന്നത്. ഇതിൽ യഹൂദജനത്തിൻ്റെ ഇടയിൽ ചില സാഹസ പ്രവൃത്തികൾ അവരിങ്ങനെ ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. പലപ്പോഴും മനുഷ്യൻ്റെതായ ഈ ലോക ജീവിതത്തിൽ സാഹസികത പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഇവിടെയും പഴയ നിയമ കാലഘട്ടത്തിൽ സാഹസികതയിലേക്ക് മനുഷ്യൻ നീങ്ങി. അതുകൊണ്ട് അവരോട് പറഞ്ഞത്, നീതികേടും കവർച്ചയും ശണ്ഠയും കലഹവും സംബന്ധിച്ച് പ്രവാചകൻ ദൈവത്തോട് ആവലാതി പറയുകയാണ്, ദൈവമേ, എന്തുകൊണ്ടാണ്
ഇവരെ ശിക്ഷിക്കാത്തത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ മാനുഷികമായ ചില ചിന്തകളുണ്ട്. ഇവൻ കുറ്റക്കാരനാണ്, ഇവനൊരു ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള സ്വാഭാവികമായ ഒരു ചിന്ത ഉണ്ടാകാം. ഇവിടെ ഈ പ്രവാചകനും അങ്ങനെ തന്നെയാണ്. കുറ്റക്കാരനെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇവർ കലഹക്കാരാണ്, ഇവർ നീതികേട് പ്രവർത്തിക്കുന്നവരാണ്, കവർച്ചയും ശണ്ഠയും ഒക്കെ ഉള്ളവരാണ്, ഇവർക്ക് ദൈവം ശിക്ഷ കൊടുക്കുന്നില്ലയോ എന്നുള്ളതാണ്. പക്ഷേ ഈ അധ്യായം പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യക്തമായ ഒരു തെളിവ് ഇതിൽ നിന്ന് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ആവലാതി പറയുമ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഭാരം ഈ മനുഷ്യനുണ്ടാകുകയാണ്? ഒരു എഴുത്തുകാരന് തൻ്റെ അനുഭവത്തെക്കുറിച്ച്, മനുഷ്യജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ ആ ഭാഗം പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അനീതി കണ്ടിട്ട് ദൈവം കണ്ണടയ്ക്കുന്നു എന്നാണ്. പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം അനീതി കണ്ടിട്ട് കണ്ണടയ്ക്കുന്നു എന്നാണ്. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന അവനെ അടുത്തറിയുവാൻ, അല്ലെങ്കിൽ അടുത്തറിഞ്ഞ് വിജയിക്കും, ഇല്ല എങ്കിൽ പരാജയപ്പെടും എന്നൊക്കെ പറയുകയാണ്. അപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആത്മാർത്ഥതയുള്ള വ്യക്തി, അല്ലെങ്കിൽ വ്യാജമില്ലാത്ത ആൾ എന്നൊക്കെ ഈ മനുഷ്യനെ കുറിച്ച് പറയാൻ കഴിയും. ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ ദൈവിക സാന്നിധ്യത്തിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിന് ശിക്ഷ കൊടുക്കാത്തത് കൊണ്ട് ഇദ്ദേഹം വളരെയധികം ഹൃദയംഗമായി വേദനിക്കുന്ന ഒരനുഭവമാണ്. വാസ്തവത്തിൽ ഇത് ഒരു വശത്ത് ശരിയാണ്. കാരണം തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു നിർബന്ധമായ ഒരു ശിക്ഷ നൽകണം എന്നുള്ളതാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്. പക്ഷെ ഈ മനുഷ്യൻ്റെ ആത്മാർത്ഥതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വ്യാജമില്ലാത്ത ഒരു മനുഷ്യനാണ്, ആകാംക്ഷയുള്ളവനാണ്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവജനത്തെക്കുറിച്ചുള്ള കരുതലുള്ളവനാണ്. പിന്നെ മാനുഷികമായി പറയുന്നത് പോലെ സെൻസിറ്റീവ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ലളിതനായ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ്, ഇദ്ദേഹം പ്രതീകമാണ്, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നവനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് അതിൽ ഒരു വാക്യം നമ്മളെ ശരിക്കും ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ 8-11 വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ ശിക്ഷ അപ്പോൾ കൊടുക്കാത്തത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ വീണ്ടും ധൈര്യപ്പെട്ട് പാപത്തിലേക്ക് പോകുന്നു എന്നാണ്. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു എന്നാണ്. അപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ഈ പ്രയാസം വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല എന്നൊരു ചോദ്യം വരുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്, തീർച്ചയായും അവനൊരു ശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ അതിൻ്റെ വാക്യം ഒന്നുകൂടെ ഞാൻ ആ ഭാഗം വായിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ വീണ്ടും ധൈര്യപ്പെടുന്നതാണ്. ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു, ഒരാൾ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തിനെതിരായി പിറുപിറുത്തു, ഏതെങ്കിലും തരത്തിൽ അവന് ഉടനെ ഒരു അടി കൊടുത്തില്ല എന്ന് കരുതി പലപ്പോഴും ഹബക്കൂക്ക് എന്ന പ്രവാചകൻ വേദനിക്കുമ്പോൾ സഭാപ്രസംഗി പറയുന്നത് എന്താണ്? അങ്ങനെ നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കുന്നെങ്കിൽ പറയുന്നത്, പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു എന്നാണ്. അപ്പം അങ്ങനെ പാപം ചെയ്യാതെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ദൈവം നന്മ കൊടുക്കും എന്നുള്ളത് ഉറപ്പ് നൽകി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
13-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല, അവൻ ദൈവത്തെ ഭയപ്പെടായകയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകുകയില്ല എന്നാണ്. അപ്പോൾ ദുഷ്ടത്തനം ചെയ്ത് ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ആയുസ്സിന് ദീർഘമായ ഒരു അനുഭവം ഉണ്ടാകുകയില്ല എന്ന് സഭാപ്രസംഗി ഇതിന് മറുപടിയായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ തിരിച്ച് ഹബക്കൂക്ക് എന്ന പുസ്തകത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ആദ്യ ഭാഗം അദ്ദേഹത്തിനുണ്ടായ മാനുഷികമായ ചില അനുഭവങ്ങളാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ആ മഹത്വരമായ ദൈവികമായ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ കരുതലിലേക്ക് വരുന്നത്. 2-ന്റെ 4-ാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. അപ്പം ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ അവന് വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരും എന്നാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ തൊട്ട് മേളിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൽ നിന്നുള്ള ഒരു മറുപടിക്ക് വേണ്ടി ഈ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവം, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും എന്നാണ്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ ആവലാതിയുമായിട്ട്, നിന്റെ ആത്മഭാരവുമായിട്ട് നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ആ ദൃഷ്ടി നിന്റെ മേൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. 2-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ എന്നോട് ഉത്തരം അരുളി ചെയ്തത്, നീ ദർശനം എഴുതുക. നിനക്ക് തന്നിരിക്കുന്നതായ ദർശനം നീ എഴുതി വയ്ക്കുക. എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം, എഴുതി വച്ചിരിക്കുന്നത് പലതും ചെറിയ അക്ഷരങ്ങളാണ്. അത് പലപ്പോഴും പല പല ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത വിധം എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഓട്ടക്കാരനാണ്. അപ്പോൾ അവന് ഓടുമ്പോൾ അവനത് ഒറ്റ നോട്ടത്തിൽ വായിക്കുവാനായിട്ട് കഴിയണം. നമുക്കറിയാം, പല ഭാഗങ്ങളിലൊക്കെ ദൈവവചനം വലിയ ബോർഡുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മതിലുകളിലും ഒക്കെ ചർച്ചിൻ്റെ ഭാഗങ്ങളിലൊക്കെ വാക്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതൊരു വ്യക്തി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വാക്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരിക തന്നെ ചെയ്യും. അതുപോലെ ഹബക്കൂക്ക് പറയുകയാണ്, ഇത് മടക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല, ഇത് നിവർത്തിയിട്ട് അതിനെ ഓടിച്ച് വായിക്കത്തക്കവണ്ണം അത് എഴുതി പലകയിൽ എഴുതി വെക്കുക എന്നാണ്. വായിപ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കുക. അതുകൊണ്ട് നീ വരയ്ക്കുമ്പോൾ, അവന് കാണുമ്പോൾ, അവൻ്റെ ഓട്ടക്കളത്തിൽ അവനിത് കണ്ട് മാനസാന്തരപ്പെടണം എന്നാണ്. അപ്പോൾ അതുപോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളത്തിലുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ പെട്ടെന്ന് അവൻ വാക്യം കാണുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. ഞാൻ പാപം ചെയ്യരുത്, പാപത്തിൽ നിന്ന് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ് എന്ന് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം വളരെ വ്യക്തമായി തൻ്റെ വേദനയോടുകൂടെ അത് അവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു എന്നാണ്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരു ദർശനത്തിന് വേണ്ടി ഒരു അവധി വച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആ ദർശനം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതിനൊരു സമാപ്തി ഉണ്ടാകും എന്ന് പറയുന്നു. പിന്നീട് പറഞ്ഞു, സമയം തെറ്റുകയില്ല. സമയത്തിന്, ദൈവത്തിൻ്റെ സമയത്തിന് മാറ്റമില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് കിട്ടുന്ന ദൈവിക അനുഗ്രഹം നല്ല മനസ്സോടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ കൃപ തൻ്റെ മക്കളുടെ മേൽ ചൊരിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ കൊടുക്കും, അത് ഉറപ്പായി കൊടുക്കും, സമയം താമസിക്കുകയില്ല. എന്നാൽ നന്മ ചെയ്യുന്നവന് ദൈവം അതിനേക്കാൾ ഉപരിയായ അനുഗ്രഹത്തെ തലമുറകൾക്ക് കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട്
ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല, അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു എന്നാണ്. ചില മനുഷ്യരിങ്ങനെയാണ്. ഏതെങ്കിലും സമയങ്ങളിൽ അവരുടെ മനസ്സുകളും അവരുടെ ജീവിതവും അഹങ്കരിക്കുവാനായിട്ട് തുടങ്ങും. ഒരുപാട് കഴിവുകളുള്ളവരാണ് മനുഷ്യർ. മനുഷ്യന് കഴിവുകളുള്ളത് കൊണ്ട് എന്തും പറയും, എന്തും ചെയ്യും, ഏത് രീതിയിലും പ്രവർത്തിക്കാൻ ഒരു കാലഘട്ടത്ത് ചങ്കൂറ്റത്തോടെ നിൽക്കുവാൻ കഴിയുന്നത്, കൈക്ക് ബലമുള്ളപ്പോൾ അത് ചെയ്യുന്നത്, കാലിന് ബലമുള്ളപ്പോൾ അത് ചെയ്യുന്നത് എല്ലാം മനുഷ്യൻ്റെതായ ഒരു പ്രവൃത്തിയാണ്. കുറെ കഴിയുമ്പോൾ ഇത് ശുഷ്കിച്ചു വരുന്ന ഒരു സമയമുണ്ട്. നല്ല ആരോഗ്യമുള്ളവനെന്ന് പറയുന്നയാൾ കുറെ കഴിയുമ്പം ശുഷ്കിച്ച് ഉണങ്ങി ഭാരപ്പെട്ട് വടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവൻ നിരാശപ്പെടാൻ തുടങ്ങും. ഞാൻ എന്തെല്ലാം തെറ്റുകളാണ് ഞാൻ ലോകത്തിന് ചെയ്തത്, ഞാൻ മനുഷ്യർക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള ചിന്ത ആ മനുഷ്യൻ്റെ ജീവിതത്തെ വളരെയധികം കാർന്നു തിന്നുന്ന ഒരനുഭവം ഉണ്ടാകും. പിന്നെ എത്ര കരഞ്ഞാലും ആ മനുഷ്യൻ ആ പാപത്തിൽ നിന്ന് തിരിച്ചു വരുവാനായിട്ട് കഴിയില്ല. കാരണം കണ്ണുനീർ ഒഴുക്കുന്ന ഒരനുഭവം, തലമുറകളിൽ അത് വേദനയുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ആ വ്യക്തി അകന്നിരിക്കുകയാണ്. മനുഷ്യന് അഹങ്കാരം കൂടുമ്പോൾ, എന്തും ചെയ്യാമെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണമെന്നാണ്. അല്ലെ, ഏത് കാര്യത്തിനും ശ്രദ്ധിക്കണം, ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. എന്നിട്ട് ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വാക്യം 2:4 വാക്യമാണ്. ഹബക്കൂക്ക് 2:4 വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. 3 വേദഭാഗങ്ങളിലായി ഈ ഭാഗത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ആ മനുഷ്യൻ്റെ നീതിമാൻ എന്നുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നീതിയുടെ അനുഭവത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നീതി പ്രവർത്തി ചെയ്യണം. നമ്മൾ പ്രത്യേകമായി ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നീതി പ്രവർത്തികൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നീതി പ്രവർത്തികൾ ചെയ്തുകൊണ്ട് സ്വർഗ രാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചയാൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി, അവന് വിശ്വാസത്തോടുകൂടെ നീതിമാനായി ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ്. അപ്പോൾ നീതിമാനായി ജീവിക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ ഒരു വേദഭാഗം നമുക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ഉള്ളത് റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിലാണ്. ഈ ഭാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ്. ഈ ഹബക്കൂക്കിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗം റോമാലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത്. അപ്പോൾ 1-ാമത്തെ കാര്യം നീതിമാനായി ജീവിക്കുക. അതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് മനുഷ്യൻ ഈ കാവൽപ്പുരയെ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലം നമുക്ക് ദേവാലയത്തിലെ കാവൽപ്പുരയാകാം, അതുപോലെ തന്നെ കാവൽ ഗോപുരത്തിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം പറയുന്നത് ദൈവം നമ്മളെ കാക്കുന്ന ഒരു സ്ഥലത്താണ് നാം എല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഓടി രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവവചനം മുഖാന്തരമാണ് നമുക്ക് ഓടി ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് കഴിയുന്നത്. വേറെ ഒരു സ്ഥലത്തും നമുക്ക് പോകാനായിട്ട് കഴിയില്ല. നമുക്ക് പോകാൻ കഴിയുന്നത് ഒന്ന് ആശുപത്രിയാണ്. അത് നമ്മുടെ ശാരീരികമായ രോഗങ്ങൾക്ക് പ്രശ്ന പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ മനുഷ്യന് സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ വരുമ്പോൾ,
ദൈവത്തിലുള്ള അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ ദുഷ്ടമനുഷ്യനായി ജീവിക്കുമ്പോൾ തിരിച്ചവൻ തിരിച്ചു വരേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. അതുകൊണ്ട് പറയുന്നത്, ഈ കൊത്തളത്തിലേക്ക്, ദേവാലയത്തിലേക്ക്, കാവൽ ഗോപുരത്തിലേക്ക് അവൻ ഓടിച്ചു വായിച്ചുകൊണ്ട് ഇവിടെ രക്ഷയുണ്ട്, ഇവിടെ ഒരു അനുഗ്രഹമുണ്ട്, ഇവിടെ ഒരു നന്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് സമയം പോരായെങ്കിലും 4 തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ബൈബിള് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ബുദ്ധിപരമായ വിശ്വാസമാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരനുഭവം പറയും. അവനവൻ്റെ വിശ്വാസം മതി, അവനവൻ്റെ ചിന്തകൾ മതി. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നില്ലേ, എൻ്റെ കുടുംബം ഇങ്ങനെ ജീവിക്കുന്നില്ലേ, എൻ്റെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ ജീവിക്കുന്നില്ലേ, അതുകൊണ്ട് ഞാനും അതിൻ്റെ കൂടെ ഒഴുകിപ്പോകും എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയൊന്നും സാധിക്കുന്ന ഒരു ചിന്തയല്ല. പക്ഷെ ബൈബിൾ പറയുന്നത് ബുദ്ധിപരമായ വിശ്വാസം ഒക്കെ താൽക്കാലികമാണ്. അത് കുറെ കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കത് ഒരു സ്ഥിരതയില്ലാതെ വരുമ്പോൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും അത് അംഗീകരിക്കാൻ കഴിയാതെ പോകും. രണ്ടാമത്തെ കാര്യം പറയുന്നത് ചരിത്രം അംഗീകരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ലോകം മുഴുവനും അംഗീകരിക്കുന്ന, വേദപുസ്തകത്തിൽ യഹൂദന്മാർക്കും മറ്റ് എബ്രായർക്കും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തകങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ വ്യക്തികൾക്ക് വേണ്ടി എഴുതിയ, മിസ്രൈമിൻ്റെ അടിമത്വത്തിലായിരുന്ന ജനങ്ങൾക്ക് എഴുതിയതായ വേദഭാഗങ്ങൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ചരിത്രം അംഗീകരിക്കുന്ന ഒരു വിശ്വാസമാണ്. അത് പഴയ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് ചരിത്രം അംഗീകരിക്കുന്ന വിശ്വാസമാണ്. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നിർജീവ വിശ്വാസമാണ്, ജീവനില്ലാത്ത വിശ്വാസം. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ജീവനില്ലാത്ത നിർജീവമുള്ള ഒരു വിശ്വാസത്തിലേക്ക് മനുഷ്യൻ വരാനായിട്ട് പാടില്ല. നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഉണർവിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാൻ പറ്റുന്ന ഒരു ഒരുക്കമുണ്ടായിരിക്കണം. ചെറിയ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിന് ഒരുക്കമുണ്ടായിരിക്കണം, അവർ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പരീക്ഷ എഴുതണം, അതിനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. യൗവനക്കാരെ നോക്കുമ്പോൾ അവർക്കുമുണ്ട് ചില ചിന്തകൾ, ചില കാര്യങ്ങളുണ്ട്, അതും ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നിർജീവമായി തീരാൻ പാടില്ല. അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, പരീക്ഷ എഴുതേണ്ട കാര്യങ്ങളുണ്ട്, വിജയിക്കേണ്ട കാര്യങ്ങളുണ്ട്, അവർക്ക് ജീവിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നു. നിർജീവ വിശ്വാസമല്ല, പ്രത്യാശയോടുകൂടെയുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചുള്ള പാട്ടും പ്രാർത്ഥനയും ആത്മീക അനുഭവവും വളർത്തിയെടുക്കുന്നതിന് ഒരുമനപ്പെട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വരാനും പ്രാർത്ഥിക്കുവാനും ദൈവികമായ വചനത്തിന് ഉൾക്കരുത്തുള്ള മനുഷ്യനായി തീരുകയും ചെയ്യുമ്പോഴാണ് അവിടുത്തെ നന്മ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നിർജീവ വിശ്വാസം മനുഷ്യന് പലപ്പോഴും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാലാമത് പറയുന്നത് ജീവനുള്ള വിശ്വാസമാണ്. അപ്പം 4 വിശ്വാസങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ അവിടെ ജീവനുള്ള വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ഏറ്റവും ശരിയായ ഒരു അടിസ്ഥാനം ഉണ്ടാകുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 3 ചിന്തകളും പലപ്പോഴും ബുദ്ധിപരമായി ജീവിക്കുന്നത്, ചരിത്രം അംഗീകരിക്കുന്നത്, നിർജീവമായ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നുകൊണ്ടല്ല അവർ സംസാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥമായി ജീവനുള്ള വിശ്വാസം, റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ജീവനുള്ള വിശ്വാസം എങ്ങനെയായി തീരുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ ദൈവത്തോട് ചേർന്നുള്ള ദൈവത്തിലുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെക്കുറിച്ച് ലോകം എന്ത് പറഞ്ഞാലും എനിക്ക് എന്താണ് അറിയാൻ കഴിഞ്ഞത്? ഞാൻ എങ്ങനെയാണ് ഈ ജീവനുള്ള വിശ്വാസത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നത്? അത് ഒന്നാമത്തെ ഒരു അറിവാണ്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യത. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കുന്നതാണ്. എന്താണ് സ്വീകരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളെ സമ്മാനിച്ച ഹൃദയപൂർവ്വം സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളെ അതിനെ തന്നെ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതാണ് ദൈവത്തോടുള്ള ബന്ധം. മൂന്നാമത് പറയുന്നത് ആശ്രയമാണ്,
ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസമാണ്. അപ്പം ഒരു വ്യക്തി ജീവനുള്ള വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അവൻ അറിവുണ്ടാകണം, ദൈവത്തെ സ്വീകരിക്കുന്നവനായിരിക്കണം, അവനൊരു ആശ്രയം ഉണ്ടായിരിക്കണം. അവിടെ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, രക്ഷയാണ്, സമാധാനമാണ്, നന്മയാണ്, രക്ഷയാണ്, സ്ഥിരപ്പെടുത്തുന്നതാണ്, ശക്തിയുടെ സുവിശേഷമാണ്. അപ്പം ഇതെല്ലാം ഈ ആശ്രയത്തിൽ, അറിവിൽ, ഈ സ്വീകരണത്തിൽ അതുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബൈബിൾ പറഞ്ഞതുപോലെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ്. 3 അനുഭവങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നീതിമാനെക്കുറിച്ച്, അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കും, ഇങ്ങനെ യേശുക്രിസ്തുവിനായി ജീവിക്കും എന്നുള്ള ഒരു തീരുമാനവും ഉറപ്പും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് വഴിമാറി ഒരു ടേണിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു. ഏത് ഭാഗത്താണോ വഴിതെറ്റിപ്പോയത് ആ ഭാഗത്തു നിന്ന് തിരിച്ചു വരാനായിട്ടുള്ള ഒരു മനോഭാവം ഒരു ദൈവ പൈതലിന് ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ബൈബിൾ പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്ക് അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഒരു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. അവന് നന്മയുണ്ടാകണം, അവൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകണം, തലമുറകൾക്ക് അനുഗ്രഹം ഉണ്ടാകണം. ഇതെല്ലാം നീതിമാന്റെ ഒരു അനുഭവമാണ്.